ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കുക എന്നാണ് പൗലോസ്ലീഹ തീത്തോസിനോട് പറഞ്ഞത്. ദൈവസഭയുടെ സ്ഥാപനത്തിലും വളർച്ചയിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏത് സഭയും വളരുന്ന ഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ പ്രശ്നങ്ങൾ വിട്ടേച്ചു പോകുന്ന കാര്യം നീ ക്രമീകരിക്കണം. സഭയുടെ വിഷയങ്ങളിൽ ക്രമീകരണം വരുത്തുവാൻ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിനെ ഉപദേശിക്കുകയാണ്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രശ്നങ്ങൾ പൊക്കിപ്പിടിക്കാനല്ല, പ്രശ്നങ്ങൾ ദൈവസനത്തിൽ ക്രമീകരിക്കപ്പെടുവാൻ ദൈവസഭ തയ്യാറാകണമെന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. നമ്മളെയൊക്കെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, സഭയ്ക്കകത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ അതൊന്നാമത് സോഷ്യൽ മീഡിയയിലാണ് ചെല്ലുന്നത്, യൂട്യൂബിലും ഫേസ്ബുക്കിലുമാണ് ചെയ്യുന്നത്. ദൈവസഭയിലെ പ്രശ്നങ്ങൾ സഭയിൽ പരിഹരിക്കുവാൻ ദൈവം തന്നെ ദാസന്മാരെ വെച്ചിരിക്കുന്നെങ്കിൽ ദൈവസഭ ദൈവദാസന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു കുടുംബമാണെങ്കിൽ അപ്പന് കീഴടങ്ങിയിരിക്കണം. ഒരു സ്കൂളാണെങ്കിൽ ഹെഡ് മാസ്റ്റർക്ക് കീഴടങ്ങിയിരിക്കണം. കോളേജാണെങ്കിൽ പ്രിൻസിപ്പലിന് കീഴടങ്ങിയിരിക്കണം. രാജ്യമാണെങ്കിൽ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ കീഴടങ്ങിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. സമൂഹ മധ്യത്തിൽ നമ്മൾ ഇരിക്കുന്ന മരം ഛേദിക്കുന്ന പദ്ധതിയാകരുത്. ഇരിക്കുന്ന കമ്പ് വരയരുത്. Praise the Lord. Praise the Lord. മലന്ന് കിടന്ന് തുപ്പുന്ന പരിപാടി ദൈവസഭയ്ക്ക് പറ്റിയതല്ല. ഒരു സ്തോത്രം പറയുന്നില്ല നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനോട് സന്തത സഹചാരികളായി, ഞാൻ ടൈമിനെ ഭയപ്പെടുന്നു, സന്തത സഹചാരികളായ രണ്ടുപേരാണ് തീത്തോസും തിമോത്തി ആൻഡ് ടൈറ്റസ്. സഭകളിൽ വിഷയമുണ്ടാകുമ്പോൾ ഈ രണ്ടുപേരെയാണ് they were the troubleshooters in the church. സഭകളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നാമത് തിമോത്തിയോസിനെ വിടും. തിമോത്തിയോസ് അത്ര വലിയ ധൈര്യശാലിയൊന്നും അല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിന്നുള്ള കൃപാവരം ജ്വലിപ്പിച്ചോണം. സഭയുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു, കൃപ ജ്വലിപ്പിച്ചോണം. ഭീരുത്വത്തിന്റെ ആത്മാവിനല്ല, സുബോധത്തിന്റെയും ശക്തിയുടെയൊക്കെ ആത്മാവാണ് ദൈവം നിന്മേൽ പകർന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ ക്രേത്ത സഭയിലേക്ക് അയച്ച തീത്തോസ് അങ്ങനൊന്നുമല്ല. തീത്തോസ് ഒരു സഭയ്ക്ക് ചെന്നാൽ പുള്ളി ഏറ്റവും പ്രശ്നസങ്കീർണമായ സഭയിലേക്ക് പൗലോസ് വിടുന്നത് തീത്തോസിനെയാണ്. കാര്യം പുള്ളി ചെന്ന് കഴിഞ്ഞാൽ ഈ ക്രേത്ത സഭ നമുക്കറിയാം, ഗ്രീക്കിലെ ഒരു ഐലൻഡാണ്. പെരുവയറന്മാര്, ദുർമാർഗികള്, ക്രൂരന്മാര് ആയ ജനങ്ങള് ഉള്ള ജനത്തിന്റെ മധ്യത്തിൽ അവിടെയുള്ള സഭയ്ക്കകത്തും ഇതൊക്കെ കയറി വന്നു. അപ്പോൾ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ അല്പം തന്റെ ഇടമുള്ള തീത്തോസിനെയാണ് അങ്ങോട്ട് അയച്ചത് എന്നുള്ളത് ഓർക്കണം. ഇതിൻ്റെ അകത്ത് നിന്ന് ഒത്തിരി ആശയങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ്, തീത്തോസ്, തിമോത്തിയോസ്, മൂന്ന് ശക്തന്മാരായ സുവിശേഷകന്മാർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ദൈവദാസന്മാർ ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ ദൈവസഭ ശക്തിപ്പെടും, ശത്രുവിന്റെ പാളയങ്ങൾ തകർക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം.